Hi friends, welcome back to our channel. We need to talk, yeah. Money nobody fights you for anything. You ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത്തൂസിന് ഞാൻ ഡെലിവറി ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യം വന്ന കുറച്ച് സാധനങ്ങളും അത്യാവശ്യം വേണ്ട നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട കുറച്ച് ഐറ്റംസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സെക്കൻഡ് പ്രഗ്നൻ്റ് ആണെന്ന് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അതിനുള്ള ഹോസ്പിറ്റൽ ബാഗ് എന്തായാലും റെഡിയാക്കി വെക്കണം. അതിനുള്ള കുറച്ച് സാധനങ്ങളും കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. സോ നമുക്ക് അത്തൂസിൻ്റെ കാര്യത്തിന് നമുക്ക് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മദർ, അതായത് എനിക്ക് ആവശ്യം വന്ന സാധനങ്ങൾ എന്തെന്ന് ഞാൻ പറയാം. അത്യാവശ്യം വേണ്ട സാധനങ്ങളാട്ടോ ഞാൻ പറയാൻ വന്നത്. ഞാൻ അത്തൂസിനെ ഡെലിവറി ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, തൊടുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ ഞങ്ങളൊരു 2 ദിവസം മുന്നേ മറ്റേ വൈറ്റ് തുണി ഉണ്ടായിരുന്നല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റി 3 നൈറ്റി കാര്യങ്ങൾ മാത്രമേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പെട്ടെന്നായിരുന്നു പെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. 27-ാം തീയതി ആയിരുന്നു ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോഴത്തേക്ക് റെഡിയാക്കിയാൽ പോരുന്നു. പക്ഷേ പെട്ടെന്നായിരുന്നു പെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എന്തായാലും നമ്മളൊരു 8 മന്തൊക്കെ കഴിയുമ്പോൾ ഒരു 9 മന്ത് സ്റ്റാർട്ടിങ്ങിലെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കി വെച്ചാൽ അത്രയും നല്ലതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യം വന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം നൈറ്റി തന്നെയാണ്, ഓപ്പൺ നൈറ്റിയാണ്. അത് അങ്ങനെ ഒരു 5 നൈറ്റിയോളം എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റത്തെ ഒരു പെയിൻ വരുമ്പോഴും PV ചെയ്യുമ്പോഴൊക്കെ നൈറ്റി ഇട്ടിട്ടായിരുന്നു ഉള്ളിൽ ലേബർ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് നൈറ്റി ഞാൻ എടുത്തായിരുന്നു. വൈറ്റ് നൈറ്റി എടുത്താൽ എനിക്ക് പണി കിട്ടി. കാരണം വൈറ്റ് നൈറ്റി എടുത്തോണ്ട് ബ്ലീഡിങ്ങും PV ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു മ്യൂക്കസ് പ്ലഗും കാര്യങ്ങളൊക്കെ അതിലൊട്ടി പിടിച്ച് ആകെ മൊത്തം അലമ്പായിരുന്നു ആ നൈറ്റി. കളർ നൈറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മദറിന് വേണ്ടി നൈറ്റി എന്തായാലും വേണം. പിന്നെയെന്ന് പറയുന്നത് പാൻറ്റീസ് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്തായാലും പാൻറ്റീസ് വേണം. അതേപോലെ ഹോസ്പിറ്റലിൽ ഫസ്റ്റത്തെ ഡേ ഒക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പാൻറ്റീസിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഉള്ളിൽ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. അപ്പം തന്നെ നമ്മൾക്ക് പാഡ് ഉണ്ടല്ലോ, മെറ്റേണിറ്റി പാഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. ഈ പാൻറ്റീസിൻ്റെ ആവശ്യമില്ല. പാൻറ്റീസ് വെക്കാനും ഇടാനും പറ്റത്തില്ല. കാരണം അതേ സെക്ഷൻ ആണെങ്കിൽ ഒരിക്കലും പാൻറ്റീസ് ഇടാൻ പറ്റില്ല. ഇനി അതല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും നമ്മൾക്ക് മദീന ഭാഗത്ത് സ്റ്റിച്ച് ഉണ്ടാവും. അത് ഉണങ്ങാൻ തന്നെ എന്തായാലും 1.5 മാസം എടുക്കും ചിലവർക്ക്. അപ്പോൾ പാൻറ്റീസ് ഇടാൻ പറ്റില്ല. അപ്പോൾ പാൻറ്റീസ് എടുക്കണമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം എടുത്താൽ മതിയാവും. അപ്പോൾ നൈറ്റി, പാൻറ്റീസ്, പിന്നെ സ്കേർട്ട് എനിക്ക് ആവശ്യം വന്നു. തോർത്ത് എനിക്ക് ആവശ്യം വന്നു. പിന്നെ ആവശ്യം വന്ന പറഞ്ഞായിരുന്നല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന്. വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് അവിടെ ഇട്ടായിരുന്നത്. അപ്പോൾ വെള്ളമുണ്ടും വെള്ള ഷർട്ടും എനിക്ക് ആവശ്യം വന്നു. പിന്നെ വലിയ തുണി ഉണ്ടല്ലോ, ഏത് മുണ്ടാണെങ്കിലും വലിയൊരു തുണി, അതാണ് എനിക്ക് മെയിനായിട്ട് ആവശ്യം വന്നത്. അതായത് നമുക്ക് അമ്മയ്ക്ക്. ഇനി കുഞ്ഞിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ ബേബിക്കായിട്ട് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് റിസീവിങ് ടവല്, അതേപോലെ വൈറ്റ് മുണ്ടുകൾ ഒരുപാട് എനിക്ക് ആവശ്യം വന്നു. അവൾക്ക് പാമ്പർ കെട്ടിച്ച് കൊടുത്തായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വൈറ്റ് മുണ്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയും അമ്മച്ചിയും കൂടി മാറി നിന്നതും കൊണ്ട് അന്ന് ഭയങ്കര വെയിലൊക്കെ ഉള്ള കാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവൾ മോശം പോണതും യൂറിൻ പോണതൊക്കെ അപ്പം പോയിട്ട് അമ്മ അലക്കി ഉണക്കി കൊണ്ടുവരുമായിരുന്നു. കൊച്ചിന് വെള്ളമുണ്ട്, റിസീവിങ് ടവല്, കെട്ടുടുപ്പ്, ഇത്രയാണ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലിടുന്നതും തലയിലിടുന്നതും ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം അന്ന് ഭയങ്കര ചൂട് കാലമായിരുന്നു. ഫെബ്രുവരി ആയിരുന്നു അവൾ ജനിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹീറ്റുള്ള കാലമായിരുന്നു. ജനിച്ച ആ ഒരു ദിവസം മാത്രമേ പുള്ളിക്കാരി ചൂടോടെ കിടന്നിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഫുള്ള് വിശാലമായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേബിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് ആ നെറ്റ് ഉണ്ടല്ലോ, നെറ്റിൻ്റെ ബെഡ്, അത് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി കൊതുണ്ടായിരുന്നു. കൊതുല്ലാത്തൊരു സ്ഥലമില്ല എന്നറിയാലോ. ആശുപത്രിയിലാണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവും. നല്ലപോലെ കൊതുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു നെറ്റിൻ്റെ ബെഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊച്ചിന് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, ഇത്രയേ വന്നിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയാലോ, ബ്രഷ്, പേസ്റ്റ്, കപ്പ്, ബക്കറ്റ്,
ഫ്ലാസ്ക്, ഒരു 2 പ്ലേറ്റും, വേണമെങ്കിൽ 2 സ്പൂണും കൂടി കരുതാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഒത്തിരി സാധനങ്ങൾ വലിച്ചു വാരി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 5-6-7 ദിവസം തന്നെ നമ്മൾ മാക്സിമം ഹോസ്പിറ്റലിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രത്തോളം സാധനങ്ങൾ കൊണ്ടുപോകണം എന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. അത്യാവശ്യം സാധനങ്ങൾ മാത്രം എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹോസ്പിറ്റൽ ബാഗൊക്കെ മുൻകൂട്ടി സെറ്റാക്കി വെക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കൊച്ചിനുള്ള ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും മുൻകൂട്ടി മേടിക്കാൻ പാടില്ല എന്നൊക്കെ ചിലവർ പറയും. അത് ഓരോരുത്തരുടെ എന്നാ പറയുക, ഈ പണ്ടുള്ളവർ പറയുന്ന കാര്യമാണ് അതിൽ. പക്ഷെ നമ്മൾ എല്ലാം സെറ്റാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അലക്കി, കാരണം മേടിക്കുന്ന തുണി, കടയിൽ നിന്ന് മേടിക്കുന്ന തുണി അത്ര നല്ലതാവില്ല. അത് മേടിച്ച് കൊടുന്ന് അലക്കി ഉണക്കി കൊച്ചിന് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊച്ചുണ്ടായി കഴിഞ്ഞ് പെട്ടെന്ന് പോയി മേടിക്കാൻ ആ മേടിച്ച തുണി തന്നെയല്ലേ കൊച്ചിന് യൂസ് ആക്കുക. അപ്പോൾ അതിൽ ഒത്തിരി പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിത് മുൻകൂട്ടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാര്യമായിട്ടാണ് പറയുന്നത്. വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, പിന്നെ എക്സ്ട്രാ ഒരു മുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം മെറ്റർനിറ്റി പാഡ് ആവശ്യം വന്നു. അപ്പോൾ ഇത്ര എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കൊച്ചിന് മറ്റേ ആ നെറ്റിൻ്റെ ബെഡ്, വെള്ളമുണ്ടകൾ ഒരുപാട് എടുത്താൽ അത്രയും നല്ലതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൈപ്പറും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെന്താ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. കെട്ടുടുപ്പ് അത്രേ ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ ബെഡ്ഷീറ്റ്, 2 ബെഡ്ഷീറ്റും കൂടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊതു നല്ല ഉണ്ടായിരുന്നു. പുതപ്പയും നല്ല ആവശ്യം ഉണ്ടായിരുന്നു. 2 ബെഡ്ഷീറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, കപ്പ്, ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ആവശ്യം വന്നിട്ടുള്ളൂ. അതൊന്ന് ഗവൺമെൻറ് ആയിരുന്നു. ഇത് കാണിക്കാൻ നമ്മൾ പ്രൈവറ്റിലാണ്. അപ്പോൾ പ്രൈവറ്റിലേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. നമ്മൾ പോയി ബില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കുന്ന വീഡിയോ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. വളരെ ചുരുങ്ങി, എത്രത്തോളം നമുക്ക് ചുരുക്കി സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ മാക്സിമം പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ഡെലിവറി ബാഗിൽ. സോ അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നിന്നിരിക്കും.